അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഇന്ന് സഫർ മാസം അവസാനത്തെ ബുധനാണ്. എല്ലാ മാസവും അവസാനത്തെ ബുധൻ നഹ്സാണെങ്കിലും ഈ സഫർ മാസത്തിലെ അവസാനത്തെ ബുധന് ഒരുപാട് മുസീബത്തുകൾ, 3,20,000 മുസീബത്തുകൾ അല്ലാഹു തആല ഭൂമിയിലേക്ക് ഇറക്കപ്പെടുന്ന ദിവസമാണെന്ന് പണ്ഡിതന്മാർ നമ്മൾ പറഞ്ഞതായിട്ട് നമുക്ക് പുസ്തകങ്ങളിൽ കാണാം. അതുകൊണ്ട് തന്നെ ഒരുപാട് മുസീബത്തുകളിൽ നിന്നും നമ്മളെ തൊട്ട് അല്ലാഹു തആല കാക്കുവാൻ വേണ്ടിയും മുസീബത്തുകൾ ആകാശത്ത് നിന്ന് ഇറക്കപ്പെടുന്നതും ഭൂമിയിൽ നിന്നും പുറപ്പെടുന്നതുമായ എല്ലാവിധ മുസീബത്തുകളെ തൊട്ട് അല്ലാഹു തആല നമ്മെ കാക്കട്ടെ എന്ന് ആദ്യമായി തന്നെ മനസ്സുരുകി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ദിക്റുകൾ, ദുആകൾ മാത്രമാണ് ഞാൻ പറയുന്നത്. ദുആകളും ദിക്റുകളും എപ്പോഴും നല്ലതാണ്. ഇത്തരം സന്ദർഭത്തിൽ അല്ലാഹു നമ്മെ മുസീബത്തുകളെ തൊട്ട് കാക്കുവാനും ഈ ഒരു വർഷം മുഴുവൻ തന്നെ അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുവാനും ഈ ഒരു ദുആവും ദിക്റുകളും കാരണമാകും. ഇന്ന് അതുപോലെ തന്നെ ഒരു യാസീൻ ഓതുന്നത് വളരെയധികം നല്ല കാര്യമാണ്. യാസീൻ എല്ലാ കാര്യങ്ങൾക്കും, അത് എന്തൊരു നല്ല ഉദ്ദേശം വെച്ച് യാസീൻ ഓതിയാൽ അത് പൂർത്തീകരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നിർബന്ധമായും ഒരു യാസീൻ ഓതുക. അതിൽ 58-ാമത്തെ ആയത്ത് എല്ലാവർക്കും അറിയാം. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്നത് 313 തവണ ആ ഒരു യാസീൻ്റെ ആ ഒരു സമയത്ത് തന്നെ ഓതുന്നത് വളരെ നല്ലതാണ്. അത് ഓതിയതിന് ശേഷം ആ യാസീൻ്റെ മറ്റു ഭാഗം ഓതി മുഴുവനാക്കി അതിനോടൊപ്പം തന്നെ ഒരു ദുആ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. ആ ദുആ ചൊല്ലുക. അതുപോലെ തന്നെ സ്വലാത്തുൽ മുൻജിയ, വളരെയധികം അർത്ഥവത്തായ, വളരെയധികം പ്രബലമായ സ്വലാത്തുൽ മുൻജിയ ഓതുന്നതും ഇതിനോടൊപ്പം തന്നെ നല്ല മുസീബത്തുകളെ തൊട്ടെല്ലാം കാക്കുവാൻ അല്ലാഹു തആല നമ്മളെ കാക്കട്ടെ. അതിനോടുള്ള ഏറ്റവും നല്ല പ്രാർത്ഥനയും സ്വലാത്തും ഒക്കെയാണ് ഇന്നിവിടെ പറയുന്നത്. ഇത് എല്ലാവരും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു ചെറിയ ദുആ കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ അത് നോക്കി അള്ളാഹുവിനോട് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പ്രാർത്ഥിക്കുക. അതല്ലെങ്കിൽ ഈ യാസീനോട് കൂടെ തന്നെ ആദ്യം യാസീൻ ഓതുക, പിന്നീട് സ്വലാത്തുൽ മുൻജിയ, അത് കഴിഞ്ഞാൽ ഈ ഒരു ദുആ കൂടി ഓതി ഇന്ന് എല്ലാവരും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്ന് മാത്രം പറയുന്നു. ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ച ദുആവും സ്വലാത്തുൽ മുൻജിയയും നോക്കി ഓതിയാൽ മതിയാവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.